ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പം നമ്മൾ കഴിഞ്ഞ ഓണാഘോഷത്തിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇത്രയും നാളെ ലേറ്റ് ആയത് ഞാൻ പറയുന്നത് ഫോണ് പോയത് കൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് ഈ വീഡിയോസൊക്കെ വരാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു ഓണാഘോഷ പരിപാടിയായിരുന്നു. അപ്പോൾ അവിടുത്തെ ചെറിയ വീഡിയോസ്, എൻ്റെ മക്കളുടെ പരിപാടിയും ഞങ്ങളുടെ പരിപാടിയും ഒക്കെ ആയിട്ടുള്ള കുറേ പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹസ്ബൻഡ് അവരുടെ പരിപാടി ഇതിൻ്റെ കൂടെ ഉണ്ട്, അച്ഛന്മാരുടെ ഉണ്ട്, അമ്മമാരുടെ, അങ്ങനെ പല ആൾക്കാരുടെ പരിപാടിയുണ്ട്. നമ്മുടെ നാട്ടിലാകുമ്പോൾ എല്ലാവരും കൂടിയുള്ളൊരു അടിച്ചുപൊളി ദിവസമാണല്ലോ. ചതയത്തിൻ്റെ അന്നായിരുന്നു നമ്മുടെ പരിപാടി ഉണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം എല്ലാവരും കൂടുന്ന ആഘോഷ ദിവസമായിരുന്നു. അപ്പം ഞങ്ങളുടെ കസേരകളി ഉണ്ടായിരുന്നു, അച്ഛന്മാരുടെ മെഴുകുതിരി മത്സരം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പരിപാടിയും അടിച്ച് പൊളിച്ച് ഞങ്ങളൊരു ആഘോഷിച്ചൊരു ദിവസമാണെന്ന്. അപ്പം നമ്മൾക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു ദിവസവും കൂടി ആവാം നമുക്ക് ആ ദിവസം. എന്ന് വെച്ചാൽ സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ് ഓണമെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ നാട്ടിലെ പരിപാടിയും നമ്മൾ അതുപോലെ അടിപൊളിയാക്കി ഞങ്ങൾ നടത്തി. പിന്നെ നമ്മുടെ അമ്മമാരുടെ, എൻ്റെ അമ്മായിയമ്മ ഉൾപ്പെടെ നമുക്കവിടെ നമ്മുടെ ഓലമെടയിൽ ഒരു വാശിയേറിയ മത്സരം തന്നെയാണത് അല്ലേ. എല്ലാവർക്കും അമ്മമാരും അല്ലാതെ നാട്ടിലുള്ളവരൊക്കെ ആയിട്ടും സപ്പോർട്ട് ചെയ്തും നല്ല അടിപൊളിയായിട്ടുള്ള പരിപാടിയായിരുന്നു. പിന്നെ നമ്മൾ കുറേ വെറൈറ്റി ഗെയിമുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പിള്ളേർ. പിന്നെ വാശിയേറിയ മത്സരമായ നമ്മുടെ വടംവലി വരെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്ത് ഗംഭീരമായിരുന്നു. നമ്മുടെ നാട്ടിലെ പിള്ളേരെല്ലാം കൊച്ചു പിള്ളേരാണ് മിക്ക പരിപാടിക്കും ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടി നമ്മളും അവരുടെ കൂട്ടത്തിലൊന്ന് എൻജോയ്മെൻറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ വടംവലിയിലേക്ക് നമ്മൾ കടന്ന്. വടംവലി എന്ന് വെച്ചാൽ അതിഗംഭീരമായ വടംവലിയായിരുന്നു. കൊച്ചു പിള്ളേർ വലിയ ആൾക്കാരുമായിട്ടുള്ളതൊന്നുമല്ല, സാധാ കുഞ്ഞ് ഒരു 10ാം ക്ലാസ്സും 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേർ തമ്മിലുള്ള വടംവലിയായിരുന്നു കേട്ടോ. അപ്പം അതിൽ ഞങ്ങളും പങ്കെടുത്തു. വലിയടാ അങ്ങോട്ട് വലിയടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ അതിൻ്റെ അപ്പുറം നമ്മുടെ അച്ഛന്മാരാവട്ടെ നാട്ടിലുള്ള ആൾക്കാരാവട്ടെ എല്ലാവരും ഫുൾ സപ്പോർട്ടായിരുന്നു അന്നത്തെ ദിവസം. പിന്നെ പ്രച്ഛൻ്റെ വേഷം അതൊന്നും ഒട്ടും പറയാതിരിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ഗംഭീരമായിരുന്നു. പ്രച്ഛൻ്റെ വേഷം ഒന്ന് പറയാനേ നമ്മുടെ കൊച്ചു പിള്ളേർ അതിമനോഹരമായിട്ടാണ് അതിൻ്റെ അകത്ത് കൂടുതലും ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് പ്രച്ഛൻ്റെ വേഷമൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനൊരിക്കലും പിള്ളേരും കൂടെ ഉണ്ട് അതിനകത്ത്, എൻ്റെ ചേട്ടൻ്റെ മക്കൾ വരെയൊക്കെ ഉണ്ട്. എൻ്റെ അനിയച്ചാരും അതിനകത്ത് കുറേ സപ്പോർട്ടൊക്കെ കൊടുത്ത് ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെന്താ പറയാനാ, അടിപൊളി ഒരു ദിവസം തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ എന്തായാലും ഫുൾ കാണാൻ മറക്കരുത്. അടിപൊളിയാണ് അന്നത്തെ ദിവസം, ഞങ്ങൾ അടിച്ച് പൊളിച്ചൊരു ദിവസം. പിന്നെ നമ്മുടെ നാട്ടിലെ കൈകൊട്ടി കളിയും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടി നിങ്ങൾ എന്തായാലും കാണണം, മറക്കരുത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സമ്മാനദാനം ഉണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ സമ്മാനം. നാട്ടിലുള്ള പിള്ളേർക്കൊക്കെ ഫസ്റ്റ് പ്രൈസൊക്കെ അടിച്ച പിള്ളേർക്ക് നമ്മൾ എന്തായാലും സമ്മാനമൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് പ്ലേറ്റ് തന്നെ നമ്മൾ വാങ്ങിച്ചു, എന്തായാലും വീട്ടിൽ ഉപകാരപ്പെടുന്നതല്ലേ. പിന്നെ നമ്മുടെ കൈകൊട്ടിക്കളിയിലേക്ക് നമ്മൾ കിടന്നിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് അടിപൊളിയാണ്. എന്തായാലും നിങ്ങൾ വീഡിയോ കാണുക, ഫുള്ള് എന്തായാലും കാണുക. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം കേട്ടോ. നിങ്ങളെന്തായാലും വീഡിയോ കാണും ഫുള്ള്.